ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് അമൽ. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു തേർഡ് പാർട്ടി പ്ലഗിനാണ്. ഇതൊരു ഗെയിൻ റൈഡർ പ്ലഗിനാണ്. ഇതിൻ്റെ പേര് ഔട്ട്ലോ എന്നാണ്. അതായത് എന്തിനാണ് നമ്മൾ ഗെയിൻ റൈഡർ പ്ലഗിൻ ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ട്രാക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വോക്കൽസിൻ്റെ ഡൈനാമിക്സ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഡൈനാമിക്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗെയിൻ റൈഡിങ് പ്ലഗിൻ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഒരേപോലെ ആക്കാം, അതല്ലാന്നുണ്ട് ഡൈനാമിക്സ് കീപ്പ് ചെയ്ത് ചെറിയ വേരിയേഷൻ മാത്രം കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ വേണമെന്ന് വെച്ചാൽ അതിനാവശ്യത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഈ പ്ലഗിൻ ഉപയോഗിക്കുന്നത്. ഇതൊരു ഫ്രീ ആയിട്ടുള്ള പ്ലഗിൻ അല്ല, ഇതൊരു പെയ്ഡ് പ്ലഗിനാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു ഡെമോ കാണിച്ചു തരാം. ഇതിൻ്റെ ട്രയൽ വേർഷൻ അവരുടെ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ഇത് WA പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി റിലീസ് ചെയ്തേക്കുന്ന പ്ലഗിനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി 3 ടൈപ്പ് ഓഫ് ക്ലിപ്സ് ഞാൻ ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്ലിപ്പ് എന്ന് പറയുന്നത് ഒരു ഗിറ്റാറിൻ്റെ കോഡ്സ് ആണ്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇത്രേ ഉള്ളൂ, ചെറിയൊരു ലൂപ്പാണ്. നമുക്കതിനെ പ്ലഗിന് വന്നു കഴിയുമ്പം എന്തായിരിക്കും വ്യത്യാസം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ലോ എന്ന് പറഞ്ഞ പ്ലഗിൻ. ഇവിടെ നമുക്ക് ഔട്ട്ലോ എന്ന് പറഞ്ഞ ഈ നെയിമിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈപ്പാസ് ചെയ്യാനും ആക്റ്റീവ് ആക്കാനും പറ്റും. അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് പ്രീസെറ്റ്സ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അത് സേവ് ചെയ്യാനുള്ള നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന സെറ്റിങ്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു ഐക്കൺ ഇവിടെ കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാം. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇവിടെ 3 നോബ് കാണാം. ഒന്ന് മിക്സ് എന്നുള്ളത്. മിക്സ് എന്ന് പറയുന്നത് നമുക്ക് എത്രമാത്രം ഈ ഒരു പ്രോസസ്സിങ് നമുക്ക് ആ ട്രാക്കിലേക്ക് വരണം എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ പ്ലഗിനിൽ ചെയ്യുന്ന എഫക്ട്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അത് എത്രമാത്രം അപ്ലൈ ചെയ്യണം നമ്മുടെ ട്രാക്കിലേക്ക് എന്നുള്ളതാണ് ഈ മിക്സ് നോബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഡ്രൈവറ്റ് നോബ് പോലെ തന്നെയാണ്. പിന്നെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞൊരു നോബ് കൂടെ കാണാം. ഇപ്പോൾ ബൈ ഡിഫോൾട്ട് -24.0 dBയിലാണ്. അത് നമുക്ക് 24 അല്ലെങ്കിൽ 0 വരെയും കൊണ്ടെത്തിക്കാം. ഈ ടാർഗറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര ലെവലിലാണ് കൊണ്ടെത്തിക്കേണ്ടത് അത്രയും ലെവലിൽ അവർ എത്തിച്ചു തരും. അതിനാണ് നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഗേറ്റ് എന്ന് പറഞ്ഞൊരു നോബുണ്ട്. ഗേറ്റ് എന്ന് പറഞ്ഞ നോബിൽ നമുക്ക് എത്ര സ്മൂത്ത് ആയിട്ട് വേണം അതിൻ്റെ സ്റ്റാർട്ടിങ് വരാൻ, അല്ലെങ്കിൽ എത്ര ഹാർഷായിട്ട്. ഇപ്പോൾ ട്രാൻസിയൻ്റ് ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ട്രാൻസിയൻ്റ് നമുക്ക് പോകണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗേറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു മീറ്റർ കാണാം, ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ സെൻട്രലിലൊരു വയലറ്റ് ഒരു ബാർ ലൈറ്റ് ഇപ്പം ലൈറ്റ് അപ്പ് ആയത് കിടക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ കാണാം, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്നുള്ള സിഗ്നലിൻ്റെയും പിന്നെ നടുക്കൊരു ചെറിയ ഗെയിൻ റിഡക്ഷൻ, അതായത് താഴേക്ക് പോകുന്ന റിഡക്ഷനും മേളിലേക്ക് പോകുന്നത് അവർ ഗെയിൻ കൂട്ടുന്നതുമാണ്. അപ്പോൾ ഇതൊരു അപ്വേർഡ് ഡൗൺവേർഡ് കംപ്രഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് റിയൽ ടൈമിൽ അവർ ഗെയിൻ റൈഡ് ചെയ്തോളും. നമ്മൾ മാനുവലി പോയി ഓട്ടോമേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ മെയിൻലി ഈ പ്ലഗിൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മീറ്ററിൽ നമുക്ക് കാണാം എത്രമാത്രം കുറച്ചിട്ടുണ്ടെന്നും എത്രമാത്രം കൂട്ടിയിട്ടുണ്ടെന്നും. ഈ ഒരു വേവ് ഫോം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ ഓൾറെഡി അവർ ഡൈനാമിക്സ് കുറച്ചാണ് ഇട്ടേക്കുന്നത്. ആകെ ഇതിൻ്റെ അറ്റാക്ക് മാത്രമേ എടുത്തു നിൽക്കുള്ളൂ, ബാക്കിയെല്ലാം ഒരേ ലെവലിലാണ് പോകുന്നത്. എന്നാലും നമുക്കിതിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ചേഞ്ചസ് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് കൂടുതൽ ഫങ്ഷൻസ് ഈ താഴെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കൂടുതൽ ഫങ്ഷൻസ് ഉള്ളത് കിട്ടും. അപ്പോൾ ഇത് നമുക്കൊരു ഫിൽറ്ററിങ് ഒക്കെ ഉണ്ട്. ഈ WA പ്രൊഡക്ഷൻ്റെ എല്ലാ പ്ലഗിനിലും ഇവർ ഈ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. അതായത് ഹൈ പാസും ലോ പാസും എല്ലാ പ്ലഗിനിലും ഉണ്ട്. അതിൻ്റെ സ്ലോപ്പ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം, എത്രമാത്രം സ്ലോപ്പ് ചെയ്ത് വിടണം കട്ട് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ താഴെ തന്നെ അറ്റാക്ക് റിലീസ് ഡയറക്ഷനും ഉണ്ട്. അറ്റാക്ക് എന്ന് പറയുന്നത് എത്ര ഫാസ്റ്റായിട്ട് ക്യാച്ച് ചെയ്യണം, റിലീസ് എന്നുള്ളത് എത്ര സ്ലോ ആയിട്ട് റിലീസ് ചെയ്യണം എന്നുള്ളതാണ്. ക്യാച്ച് ചെയ്ത സിഗ്നലിനെ എത്ര സ്ലോ ആയിട്ട് റിലീസ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഡയറക്ഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു മെയിൻ സംഭവമാണ്. നമുക്ക് 2 വേ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ അപ്വേർഡും ഡൗൺവേർഡും കംപ്രസ് ചെയ്യും, കംപ്രഷൻ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യും. ഇപ്പം ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഗെയിൻ കൂട്ടേണ്ട അടുത്ത് കൂട്ടുകയും കുറയ്ക്കേണ്ട അടുത്ത് കുറയ്ക്കുകയും ചെയ്തോളും. അപ്പോൾ 2 വേ കടന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇപ്പോൾ അപ്വേർഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിൽ കുറയ്ക്കാനുള്ളതൊന്നും കുറയ്ക്കില്ല, കൂട്ടാനുള്ളത് കൂട്ടത്തേ ഉള്ളൂ. അതുപോലെ ഡൗൺവേർഡ്സും കുറയ്ക്കാനുള്ളത് കുറയ്ക്കും, കൂട്ടാനുള്ളത് കൂട്ടില്ല. അപ്പോൾ അങ്ങനെ നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഏത് ഡയറക്ഷനിലേക്കാണ് പോകേണ്ടതെന്നുള്ളത്. പിന്നെ മാക്സ് അപ്പ് മാക്സ് DN എന്നുള്ളത് മാക്സിമം എത്ര ഗെയിൻ അപ്പ് ചെയ്യണം, മാക്സിമം എത്ര ഗെയിൻ ഡൗൺ ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാക്സിമം കൊടുത്തേക്കുന്നത് 24 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കൂട്ടണ്ട, കുറച്ച് നിർത്തിയാൽ മതി എന്നുണ്ടെങ്കിൽ മാക്സ് അപ്പിൻ്റെ അവിടെ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ലെവലിന് മേളിലേക്ക് അവർ ഒരിക്കലും പിന്നെ വരുന്ന സിഗ്നലിൻ്റെ ഗെയിനിനെ ബൂസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതിനായിട്ടാണ് ഈ 2 വാല്യൂസ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ RMS അത് നമുക്ക് ഫാസ്റ്റ്, സ്ലോ, മീഡിയം, ഇൻസ്റ്റൻറ്റ്, 0 എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ താഴെ ഒരു ഗെയിൻ എന്ന് പറഞ്ഞിട്ടൊരു നോബ് കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ ഗെയിൻ എന്നുള്ള നോബിൽ നമുക്ക് വേണമെങ്കിൽ ഓവറോൾ ഈ പ്ലഗിനിൽ നിന്ന് വരുന്ന പ്രോസസ്സ് ചെയ്ത സിഗ്നലിൻ്റെ ഔട്ട്പുട്ടിനെ
കൂട്ടോ കുറച്ചോ ലെവൽ അഡ്ജസ്റ്റ് ചെയ്ത് വിടാം. ഇത് നമ്മുടെ നോർമൽ ഗെയിൻ ആണ്. അപ്പോൾ ഇനി നമുക്ക് പ്ലഗിൻ നമ്മുടെ സൗണ്ട്സിൽ എങ്ങനെയായിരിക്കും വർക്കാവുക എന്നുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഗെയിൻ കുറയ്ക്കുന്നത്. അതായത് ഞാനിപ്പം ടാർഗറ്റ് 31.5 കൊടുത്തപ്പം ഇവർ ഗെയിൻ കുറയ്ക്കുന്നത് കാണാം. നമുക്ക് കൂട്ടുന്നത് കൂടെ നോക്കാം. ഇപ്പം -12.7 dBയിലാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ ബൂസ്റ്റ് ചെയ്യാനൊന്നുമില്ല, കാര്യം നോർമൽ സിഗ്നൽ -12 തന്നെയാണ്. നമുക്കതുപോലെ തന്നെ ഒരു പാഡ്സിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഒരു ടെക്സ്ചർ സൗണ്ട് ഉണ്ട് എൻ്റെ അടുത്ത്. നമുക്ക് ഈ സൗണ്ടിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഈ ഗേറ്റ് ഫുള്ള് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡൈനാമിക്സ് കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാവും. നമുക്കൊരു നോർമൽ -48ലാണ് വരുന്നത്. അതൊരു 24 ഒക്കെ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം വേണമെങ്കിൽ. അതും നമ്മുടെ ആവശ്യമനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാം ഗെയിൻ കൂടുന്നതും പിന്നെ അവർ കുറയ്ക്കുന്നതും, പിന്നെ ഇവിടെ കുറഞ്ഞു വരുന്നിടത്ത് പിന്നെ അവർ കൂട്ടുന്നുണ്ട്. അത് നമുക്ക് ലൈവായിട്ട് ഇങ്ങനെ കാണാം. അപ്പോൾ ഈ ഒരു പ്ലഗിന് വെച്ച് നമുക്ക് ലൈവ് മിക്സിങ്ങിൻ്റെ ടൈമിലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരുപാട് ടൈം സേവ് ചെയ്യുന്നൊരു പ്ലഗിനാണ്. കാര്യം മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ചില സ്ഥലത്ത് വോളിയം കംപ്ലീറ്റ്ലി ഡൗൺ ആയിരിക്കും. അതൊക്കെ നമുക്ക് വേണ്ട ലെവലിലേക്ക് അവർ എത്തിച്ചു തരും. ഈ ഒറ്റ പ്ലഗിൻ ലോഡ് ചെയ്ത് നമ്മൾ ടാർഗറ്റ് കൊടുത്ത് എത്രമാത്രം മിക്സ് ചെയ്യണം എന്നുള്ളതും കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ഈ പ്ലഗിൻ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്ലിപ്പിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ ക്ലിപ്പിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതൊരു വോക്കൽ ട്രാക്കാണ്. ഇതിനു മുമ്പ് ഇതൊരു വോക്കൽ ട്രാക്കാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമുക്ക് പ്ലഗിൻ ഇട്ടിട്ടൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഈ പാട്ടിൻ്റെ സ്റ്റാർട്ടിങ് ഒരു പോപ്പ് സൗണ്ട് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാൻ പറ്റും. ഗേറ്റ് നമുക്ക് കൂട്ടി കൊടുക്കാം. ഇപ്പോൾ കുറച്ചുകൂടെ സ്മൂത്തായി. ഇനി നമുക്കിനി ടാർഗറ്റ് നമുക്കൊരു 12 കൊടുക്കാം, -12 കൊടുക്കാം. തുമ്പം ദുഃഖം വരും ഇമ്പത്തിൽ തുമ്പം നേർന്നിടും. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് 0യിൽ ഇപ്പോൾ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് എത്രമാത്രം പ്രോസസ് ചെയ്യണം എന്നുള്ളത് തൊള്ളൈ കഷ്ടങ്ങൾ സൂഴ്ന്നിടും. അപ്പോൾ അങ്ങനെ നമുക്ക് വോക്കൽ ട്രാക്സിൻ്റെയൊക്കെ ഗെയിൻ നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡൈനാമിക്സ് വേണ്ട എന്നുള്ള ക്ലിപ്സിൻ്റെ എല്ലാം നമുക്ക് ഇതുപോലെ നോർമലൈസ് ചെയ്ത് 0യിലോ നമുക്ക് വേണ്ട ലെവലിലേക്കോ കൊണ്ടെത്തിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതുവരെ ബൈ.